നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ത്രികോണ പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിൽ വോട്ടർമാർ കേൾക്കുന്നത് വികസന ചർച്ചകളല്ല, മറിച്ച് തകർപ്പൻ ഡീലാരോപണങ്ങളാണ്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് വേണ്ടി BJP കൗൺസിലർമാർ വോട്ട് പിടിക്കുന്നുവെന്നാണ് LDF ആരോപണം. പക്ഷെ നടക്കുന്നത് CPIM BJP അന്തർധാരയാണെന്നാണ് UDF പറയുന്നത്. എന്നാൽ തനിക്കെതിരെ ഇരു മുന്നണികളും കൈകോർത്തുവെന്ന് BJP സ്ഥാനാർത്ഥിയും ആരോപിക്കുന്നു. വട്ടിയൂർക്കാവിൽ ആരുടെ നെഞ്ചിടിപ്പാണ് കൂടുന്നത്? അനിരു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വികസനവും വിവാദങ്ങളും വിട്ട് വട്ടിയൂർക്കാവ് ഇപ്പോൾ ഡീൽ രാഷ്ട്രീയത്തിന്റെ പോർക്കളമാണ്. വട്ടിയൂർക്കാവിൽ LDF BJP ഡീൽ നടക്കുന്നെന്ന് ആദ്യം ആരോപിച്ചത് UDF സ്ഥാനാർത്ഥി കെ മുരളീധരനായിരുന്നു. എന്നാൽ മുരളീധരന്റെ ഡീലാരോപണം പരാജയപ്പേടി കൊണ്ടെന്നായിരുന്നു അന്ന് VK പ്രശാന്തിന്റെ മറുപടി. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതേ ഡീൽ മുരളീധരന് നേരെ തന്നെ തിരിക്കുകയാണ് VK പ്രശാന്ത്. മുരളിക്കായി BJP കൗൺസിലർമാർ നേരിട്ടിറങ്ങി വോട്ട് പിടിക്കുന്നുവെന്നാണ് VKPയുടെ വെടിപൊട്ടിക്കൽ. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ പേര് പറയാതെ പ്രശാന്ത് ആഞ്ഞടിക്കുമ്പോൾ ലക്ഷ്യം BJP വോട്ടുകളുടെ ചോർച്ച തടയുക തന്നെ. LDF ജയിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നേരത്തെ തന്നെ ഒരു ഡീലാരോപണം അദ്ദേഹം ഉന്നയിച്ചത്. ഫലത്തിൽ BJPയുടെ വോട്ട് ശേഖരിക്കാൻ ശ്രീ കെ മുരളീധരൻ ശ്രമം നടത്തുന്നുണ്ട്. ചില കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ വാഴോട്ടോണം മേഖലയിലൊക്കെ അത് പല കോണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡീലും ഞങ്ങൾ നടത്തുന്നില്ല. എന്നാൽ VK പ്രശാന്തിന്റെ ആരോപണങ്ങളെ ഇപ്പോൾ പുച്ഛിച്ചു തള്ളുകയാണ് കെ മുരളീധരൻ. വാഴോട്ടുകോണത്തെ കൗൺസിലറുമായുള്ള വ്യക്തിവൈരാഗ്യം പ്രശാന്ത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നാണ് മുരളീധരന്റെ പക്ഷം. വാഴോട്ടുകോണം കൗൺസിലറും പ്രശാന്തുമായിട്ട് എന്തോ തർക്കമുണ്ട്. കൗൺസിലർ സുഗതൻ ഞാൻ MLA എന്നപ്പോൾ എൻ്റെ യോഗത്തിലൊന്ന് ബഹളുണ്ടാക്കിയ ആളാണ്. അദ്ദേഹം സിറ്റിംഗ് MLAമാരുടെ നടപടികൾക്കെതിരായി ഏകദേശം ഒരു നല്ല രീതിയിലാണ് അന്ന് വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാനാരുമായിട്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റുമുട്ടാൻ അന്നും പോയിട്ടില്ല, എന്നും പോവില്ല. ഇടതും വലതും പരസ്പരം വിരൽ ചൂണ്ടുമ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഡീലാണെന്ന് BJP സ്ഥാനാർത്ഥി ശ്രീലേഖ. BJP കൗൺസിലർമാർക്കെതിരെയുള്ള ആരോപണം LDFന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും വട്ടിയൂർക്കാവിൽ താമര വിരിയുമെന്നും BJP ക്യാമ്പ് ഉറപ്പിച്ചു പറയുന്നു. കുറച്ചുനാൾ മുമ്പ് ഒരു ആരോപണം ഇങ്ങനെ നടത്തി, അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെ അവർ ചെയ്യുന്നതായിരിക്കും. ശരിക്കും അവർ തമ്മിലല്ലേ സഖ്യം, ഇന്ത്യ മുന്നണി? ജനങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? ഡീൽ ആരോപണങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ വോട്ടർമാരുടെ മനസ്സിൽ എന്തായിരിക്കാം? ആരോപണങ്ങൾ വോട്ടായി മാറുമോ, അതോ രാഷ്ട്രീയ അടവ് നയമായി തീരുമോ? കാത്തിരിക്കാം. ക്യാമറമാൻ ഷമീമിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.